നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കുരുക്കാൻ PV അൻവർ MLA കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കും. ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായാണ് അദ്ദേഹം കേന്ദ്രത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അൻവറിന്റെ കൂടി സമ്മർദ്ദ ഫലമായി കേസ് CBI ഏറ്റെടുക്കുമെന്നാണ് വിവരം. ഡിസംബർ 12 കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിധി പറഞ്ഞേക്കും. മരിച്ച ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇതൊരു ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നത്. ഒക്ടോബർ 15 കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ പരാമർശങ്ങളില്ല. FIRലും മറ്റ് സംശയങ്ങൾ പറയുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര പരാമർശം ഒഴിവാക്കിയത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് കരുതുന്നു. അതേസമയം കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ഇത് കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയെന്ന് പോലീസ് CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിച്ചത്. കേസിലെ പ്രതി ദിവ്യ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് നവീൻ തൂങ്ങി മരിച്ചത്. പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നതെന്നും CBI വരേണ്ട ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു. CBI അന്വേഷണം ആവശ്യമില്ലെന്നും പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നായിരുന്നു സർക്കാർ നിലപാട്. കേസ് ഡയറി പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ വിശദവാദം കേൾക്കുമെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പങ്കത്ത് വ്യക്തമാക്കി. CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഭാര്യ മഞ്ജുഷയുടെ ഹർജി 12 വീണ്ടും പരിഗണിക്കും. 12 CBI അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. കേസ് ഡയറി ഹാജരാക്കാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും എത്തിയിരുന്നില്ല. അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു ബെഞ്ചായിരുന്നു വിഷയം പരിഗണിച്ചത്. ഇതാണ് പോലീസിന്റെ ഒത്തുകളി. ഹർജി പരിഗണിച്ചപ്പോൾ അന്വേഷണത്തിന് CBI തയ്യാറാണോ എന്ന് കോടതി ചോദിച്ചു. ഹൈക്കോടതി ഉത്തരവിട്ടാൽ ഏറ്റെടുക്കുമെന്നായിരുന്നു മറുപടി. എന്നാൽ കേസിൽ CBI അന്വേഷണം ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യമെന്ന് കോടതി പറഞ്ഞു. പോലീസ് അന്വേഷണം പക്ഷാപാതപരമാണ് എന്നതിന് നിലവിൽ തെളിവുകളില്ല. പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് മാത്രം കേസ് വഴിതെറ്റിയെന്ന് പറയാനാകില്ല. കണ്ണൂർ കമ്മീഷണറാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇതിൽ തൃപ്തിയുണ്ടോ എന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ വേണമെന്ന അഭിപ്രായമുണ്ട് എന്നും ഹർജിക്കാരിയോട് ആരാഞ്ഞു. നരഹത്യയടക്കം സംശയിക്കുന്നതിനാൽ CBI അന്വേഷണം വേണമെന്ന വാദത്തിൽ ഹർജിക്കാരി ഉറച്ചുനിന്നു. നവീന്റെ ദേഹപരിശോധനയിലും ഇൻക്വസ്റ്റിലും പരിക്കുകൾ കണ്ടെത്തിയോ എന്നും കോടതി ചോദിച്ചു. ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. മരണം കൊലപാതകമാണെന്ന് സംശയിക്കാൻ നിലവിൽ തെളിവുകളില്ലെന്ന് പോലീസ്. ബന്ധുക്കൾ വരാൻ വൈകിയതിനാലാണ് ഇൻക്വസ്റ്റ് സ്വതന്ത്രരായ 5 പേരുടെ സാന്നിധ്യത്തിൽ നടത്തിയത്. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചു. പ്രതിയായ PP ദിവ്യ, കൈക്കൂലി പരാതി ഉന്നയിച്ച പ്രശാന്തൻ എന്നിവരുടെ ഫോൺ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P നാരായണൻ വഴി ഹൈക്കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഭരണകക്ഷിയായ CPM അല്ലെന്നും ഇതിൽ പറയുന്നു. കളക്ടറേറ്റിലെ യാത്രയപ്പ് യോഗത്തിലേക്ക് PP ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് എത്തിയത്. നവീൻ ബാബുവിനെ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് തേജോവധം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. ആ മാനസിക വിഷമത്തിലാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നാണ് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇതൊരു കൊലപാതകമാണെന്ന് കുടുംബത്തിന്റെ സംശയം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ആത്മഹത്യ തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെയും ഫോറൻസിക് സംഘം അറിയിച്ചിരിക്കുന്നത്. കൊലപാതകം എന്നതിന്റെ യാതൊരു സൂചനയും എങ്ങു നിന്നും കിട്ടിയിട്ടില്ല. നവീൻ ബാബുവിന്റെ ജില്ലാ കളക്ടറുടെയും പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയിട്ടുള്ള പ്രശാന്തന്റെയും CDR അടക്കം പരിശോധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനമുള്ള PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന ആരോപണം അവാസ്തവമാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദിവ്യ CPMൽ യാതൊരു പദവിയും നിലവിൽ വഹിക്കുന്നില്ല. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ CCTV ഫുട്ടേജുകളും ശേഖരിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിചാരിച്ചാൽ മറിയാവുന്ന അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് അൻവറിന്റെ ആരോപണം. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും തിരിമറി ഉണ്ടായെന്ന് PV അൻവർ MLA പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. കുടുംബത്തെ അറിയിക്കാതെ നടത്തിയ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ സർവത്ര ദുരൂഹതയുണ്ടെന്നും അൻവർ പറഞ്ഞു. ദില്ലിയിലെത്തിയ അൻവർ വാർത്താ സമ്മേളനത്തിലാണ് ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഉയർത്തിയത്. അൻവർ ഡൽഹിയിലെത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാൻ കൂടിയാണ്. കയറിന്റെ വ്യാസത്തിൽ ദുരൂഹതയുണ്ട്. 0.5 സെന്റിമീറ്റർ ഡയമീറ്റർ കയർ മൊബൈൽ ചാർജറിനേക്കാൾ ചെറിയ വ്യാസമുള്ളതാണ്. അത് തന്നെ ദുരൂഹമാണ്. 55 കിലോ ഭാരമുള്ള മനുഷ്യനെ ഈ ചെറിയ വ്യാസമുള്ള കയറിൽ തൂങ്ങി മരിക്കുക എന്നത് അസ്വാഭാവികമാണ്. മൂത്രസഞ്ചി ശൂന്യമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശ്വാസം മുട്ടി മരിച്ചിട്ടും ശ്വാസകോശത്തിന് കുഴപ്പമില്ലെന്നും പറയുന്നു. ഹൃദയവാൽവിനും ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന അടിവസ്ത്രത്തിലെ രക്തക്കറ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്തതിൽ ദുരൂഹതയുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ദുരൂഹ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. ശശിയുടെ സമ്മർദ്ദത്തെക്കുറിച്ച് നവീൻ ബാബു കുടുംബത്തെ അറിയിച്ചിരുന്നു. ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരും. ശശിയുടെ ഇടപെടൽ കാരണം ജോലി ചെയ്യാൻ നവീൻ ബാബുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
ശശിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുമെന്നും അൻവർ പറഞ്ഞു. ഇക്കാര്യത്തിൽ BJPയുടെ പൂർണ്ണ പിന്തുണ PV അൻവറിനുണ്ട്. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയ പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഗൗരവകരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ADMന്റെ മരണം കൊലപാതകമാണെന്ന സംശയത്തിന് ബലം നൽകുന്നതാണ് പുതിയ റിപ്പോർട്ടുകളെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIRലും ഇതിനെപ്പറ്റി പരാമർശമില്ലാത്തത് സംശയാസ്പദമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ നടന്നു എന്നത് വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു നടപടി സ്വീകരിക്കില്ലെന്ന് ഉറപ്പാണ്. ഉന്നത ഇടപെടൽ നടന്നതിനാൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം പ്രഹസനമാകും. CBI അന്വേഷണത്തെ CPI സംസ്ഥാന സെക്രട്ടറിയും സർക്കാരും എതിർക്കുന്നത് മടിയിൽ കനമുള്ളതുകൊണ്ടാണ്. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് BJP നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. CBI അന്വേഷണം നടന്നാൽ മാത്രമേ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കൂവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഒടുവിൽ രംഗത്തെത്തി. തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാക്കുമെന്ന് കണ്ടപ്പോഴാണ് ശശി മറുപടി പറഞ്ഞത്. വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നുണകൾ പറഞ്ഞു മാത്രം നിലനിൽക്കേണ്ട ഗതികേടിൽ നിലമ്പൂർ MLA അൻവർ ചെന്നെത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന എന്നാണ് P. ശശി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചത്. കണ്ണൂർ ADMായിരുന്ന നവീൻ ബാബുവുമായി ജീവിതത്തിൽ ഇന്നേ വരെ എന്തെങ്കിലും കാര്യത്തിന് ബന്ധപ്പെടാനോ സംസാരിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. ഒരു തരത്തിലും എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത നവീൻ ബാബുവുമായി ബന്ധപ്പെടുത്തി MLA പറഞ്ഞത് നുണകളും ദുരാരോപണങ്ങളുമാണ്. പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചതിന് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതിനകം നടത്തിയ അപമാനകരമായ നുണപ്രചാരണങ്ങൾക്കെതിരെ 2 കേസുകൾ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ദുരൂഹ ഇടപാടുകൾ കണ്ണൂർ ADM നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നാണ് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ ആരോപിച്ചത്. P. ശശിയുടെ സമ്മർദ്ദത്തെക്കുറിച്ച് നവീൻ കുടുംബത്തെ അറിയിച്ചിരുന്നു. ശശിയുടെ ഇടപെടൽ കാരണം ജോലി ചെയ്യാൻ നവീൻ ബാബുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരും. ശശിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുമെന്നും PV അൻവർ വ്യക്തമാക്കിയിരുന്നു. കണ്ണൂർ ADMായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBI വരുമെന്ന് ഏകദേശം ഉറപ്പായി. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന സംശയം കുടുംബം ഉന്നയിച്ചതോടെ സർക്കാരാണ് വെട്ടിലായത്. നവീൻ ബാബുവിന്റെ മരണം നടന്ന് 1.5 മാസം തികഞ്ഞപ്പോഴാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി കുടുംബം കോടതിയിലെത്തിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. കുറ്റപത്രത്തിൽ വരുന്നത് വ്യാജ തെളിവുകളായിരിക്കുമെന്ന് കുടുംബം പറഞ്ഞു. ഹർജിയിൽ തീരുമാനമാകും വരെ കുറ്റപത്രം പ്രതിക്ക് നൽകരുതെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രതി രാഷ്ട്രീയ സ്വാധീനമുള്ള വിവിധ പദവികളും ചുമതലകളും വഹിക്കുന്നയാളാണ്. കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച തെളിവുകളാകുമെന്നാണ് ഹർജിക്കാരിയുടെ വാദം. പ്രതി എങ്ങനെ അന്വേഷണത്തെ സ്വാധീനിച്ചുവെന്നാണ് സംശയിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. SIT അന്വേഷണം പേരിന് മാത്രമായിരുന്നെന്ന് കുടുംബത്തിന്റെ വാദം. പ്രത്യേക അന്വേഷണ സംഘം പേരിന് മാത്രമാണെന്ന് കുടുംബം കോടതിയിൽ പറഞ്ഞു. CBI അന്വേഷണമോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മരണത്തിലേക്ക് നയിച്ച PP ദിവ്യയുടെ പ്രസംഗത്തിന് കാരണമായ കൈക്കൂലി ആരോപണം തൊട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മന്ദഗതി വരെ സംശയത്തിനിടയാക്കുകയാണ്. CPMനെയും സർക്കാരിനെയും കുഴക്കി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടതോടെ നവീന്റെ കുടുംബത്തിലും പത്തനംതിട്ടയിലെ പാർട്ടിയിലും പുകയുന്ന പ്രതിഷേധം കൂടിയാണ് മറനീക്കി പുറത്തു വന്നത്. പത്തനംതിട്ട CPM ഇപ്പോഴും നവീന്റെ കുടുംബത്തിനൊപ്പമാണ്. ഒക്ടോബർ 14 കലക്ടറേറ്റിൽ ADMന് നടന്ന യാത്രയപ്പ് യോഗത്തിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ PP ദിവ്യ ക്ഷണിക്കാതെ എത്തിയതും അധിക്ഷേപ പ്രസംഗം നടത്തിയതും. പിറ്റേന്ന് 7-നാണ് ADMനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് നടത്തിയതാണ് തുടക്കത്തിൽ വിവാദമായത്. ആത്മഹത്യക്കുറിപ്പുണ്ടെന്നും ഒളിപ്പിച്ചെന്നും പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് 2ാമത്തെ വിവാദം. ബന്ധുക്കൾ എത്തും മുമ്പേ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതും ചർച്ചയായി. ഇതിൽ നിന്നെല്ലാം സംഗതി കൊലപാതകമാണെന്ന് സംശയിക്കേണ്ടി വരും. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് നവീന്റെ സഹോദരന്റെ പരാതി ലഭിച്ച് 3-ാം നാളിൽ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കേസ് ചുമത്തി. ഇതോടെ ദിവ്യ ഒളിവിൽ പോയി. മരണം നടന്ന് 15-ാം നാളിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച് കീഴടങ്ങുന്നതുവരെ ദിവ്യയെ പിടികൂടാതെ പോലീസ് ഒത്തുകളിച്ചു. ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗത്തിന് കാരണമായ കൈക്കൂലി കഥയിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ADM കൈക്കൂലി വാങ്ങിയെന്ന പമ്പുടമ TV പ്രശാന്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അടിമുടി ദുരൂഹതയുണ്ട്. ഒപ്പിലും പേരിലും വരെ വൈരുദ്ധ്യം. എന്നിട്ടും അന്വേഷണം ആ വഴിക്ക് പോയില്ല. കൈക്കൂലി വാങ്ങിയതിന് തെളിവൊന്നും ദിവ്യ ഹാജരാക്കിയതുമില്ല. പ്രശാന്തിനെതിരെ കാര്യമായ അന്വേഷണവും നടന്നില്ല. പെട്രോൾ പമ്പ് ഇടപാടിൽ ബിനാമി എന്ന ആരോപണവും അന്വേഷിച്ചില്ല. പമ്പിന് NOC നൽകിയതിൽ ADMന് വീഴ്ചയുണ്ടായില്ലെന്ന് റിപ്പോർട്ട് നൽകിയ കലക്ടർ പിന്നീട് മാറ്റി പറഞ്ഞു. ഒരു തെറ്റുപറ്റിയെന്ന് ADM പറഞ്ഞതായി ലാൻഡ് റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർക്കും പോലീസിനും കലക്ടർ മൊഴി നൽകി. യാത്രയപ്പ് യോഗത്തിൽ കലക്ടർ ക്ഷണിച്ചെന്ന് ദിവ്യയും ഇല്ലെന്ന് കലക്ടർ നൽകിയ മൊഴികൾ വേറെ. ഇതിനിടെ നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകിയ ലാൻഡ് റവന്യൂ കമ്മീഷണറെ ഗീതയുടെ റിപ്പോർട്ട് വേറെയും ഉണ്ടായി. റവന്യൂ മന്ത്രിയുടെ പിന്തുണയാണ് ADMന്റെ കുടുംബത്തിന് ആകെയുള്ളത്. ഒക്ടോബർ 25-നാണ് ADMന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നത്. അതുവരെ അന്വേഷിച്ച ടൗൺ പോലീസിനേക്കാൾ മന്ദഗതി
സാധാരണഗതിയിലായി പിന്നീടുള്ള നീക്കങ്ങൾ. കുടുംബത്തിന്റെ മൊഴി പോലും എടുത്തിട്ടില്ലെന്ന് അഭിഭാഷകൻ കോടതിയിൽ പരാതിപ്പെട്ട ശേഷമാണ് ആ വഴിക്ക് അന്വേഷണ സംഘം ചിന്തിച്ചത്. ഈ നിലയ്ക്ക് പോയാൽ CBI അന്വേഷണം വേണ്ടിവരുമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ തന്നെ സൂചിപ്പിച്ചിരുന്നു. യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപം ഔദ്യോഗിക കാറിലെത്തിയ നവീൻ ബാബുവിന് പിന്നീട് എന്ത് സംഭവിച്ചെന്നതാണ് ദുരൂഹത. സാധാരണഗതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട മൃതദേഹമെന്ന് പറയാറുള്ള പോലീസ് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ചുവെന്ന് സംശയത്തിനിട നൽകാത്ത വിധത്തിൽ പറയുന്നതും ദുരൂഹത ഉണർത്തുന്നു. മൃതദേഹത്തിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് കിട്ടിയിട്ടില്ലെന്ന പോലീസിന്റെ വെളിപ്പെടുത്തലും അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. യാത്രയയപ്പ് സമ്മേളനം കഴിഞ്ഞ് ഏതാണ്ട് 12 മണിക്കൂറിന് ശേഷം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതും ദുരൂഹത ഉണർത്തുന്നു. ബുധനാഴ്ച രാവിലെ 5-ന് നവീൻ ബാബു ഒരു സുഹൃത്തിന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചതും ദുരൂഹതയാണ്. പോലീസ് എത്തുമ്പോൾ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സ് തുറന്നു കിടക്കുകയായിരുന്നു. ഇതും ദുരൂഹതയുള്ള സംഭവമാണ്. മുനീശ്വരൻ കോവിലിന് മുന്നിൽ നവീൻ ബാബു കാറിൽ നിന്നിറങ്ങുമ്പോൾ തന്റെ ഒരു സുഹൃത്ത് കാസർഗോഡ് നിന്ന് വരുമെന്നാണ് ഡ്രൈവറോട് പറഞ്ഞത്. ഇതാരാണെന്ന് ADM പറഞ്ഞില്ല. ആദ്യം ഓഫീസിൽ നിന്നിറങ്ങിയ നവീൻ ബാബു കാറിന്റെ ലോഗ് ബുക്ക് ഒപ്പിടാൻ തിരികെ വന്നിരുന്നു. എന്നിട്ടാണ് അവസാന യാത്ര തുടങ്ങിയത്. മുനീശ്വരൻ കോവിലിൽ നിന്ന് നവീൻ ബാബു എങ്ങനെയാണ് ക്വാർട്ടേഴ്സിൽ എത്തിയതെന്ന് വ്യക്തമല്ല. മുനീശ്വരൻ കോവിൽ മുതൽ ക്വാർട്ടേഴ്സ് വരെ എന്ത് സംഭവിച്ചെന്ന് പോലീസ് ഇതുവരെയും പരിശോധിച്ചിട്ടില്ല. മുനീശ്വരൻ കോവിൽ നിന്ന് നവീൻ ബാബുവിനെ പിന്തുടർന്നെത്തിയ ആരെങ്കിലും അദ്ദേഹത്തെ കൊന്നു കെട്ടി തൂക്കിയോ എന്നും പരിശോധിച്ചിട്ടില്ല. ക്വാർട്ടേഴ്സ് തുറന്നിട്ട ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ക്വാർട്ടേഴ്സിന് സമീപമുള്ള CCTV ദൃശ്യങ്ങളും ആരും പരിശോധിച്ചിട്ടില്ല. നവീൻ ബാബു തൂങ്ങി മരിച്ചതായി പോലീസ് എവിടെ നിന്നാണെന്ന് ഉറപ്പ് കിട്ടിയതെന്നും വ്യക്തമല്ല. കണ്ണൂർ CPMന്റെ തട്ടകമാണ്. അവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് CPM ആണ്. PP ദിവ്യ പാർട്ടിയുടെ ഓമനകളാണ്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പാർട്ടി ഒപ്പം നിൽക്കും. അതാണ് കണ്ണൂരിൽ കണ്ടത്. ദിവ്യയ്ക്ക് ചുറ്റും സംരക്ഷണ കവചം തീർക്കുകയായിരുന്ന പാർട്ടി. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നാവിറങ്ങിപ്പോയി. മന്ത്രി രാജൻ മാത്രമാണ് സത്യസന്ധമായി പ്രതികരിച്ചത്.